പാലയൂർ പുത്തൻപള്ളി തുടങ്ങിയ ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്ന വർഗീയവാദികളെ കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് ടി.എൻ. പ്രതാപൻ എം.പി. ചരിത്രവും വസ്തുതയും അറിയാത്തവരും രാജ്യത്ത് വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിന് നേരെയും തൃശൂർ പുത്തൻപള്ളിക്കെതിരെയും ഭീഷണിയുമായി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ക്രിസ്തുമതത്തിന് 2000 വർഷത്തിന്റെ ചരിത്രമുണ്ട്. ഭാരത അപ്പോസ്തലനായ മാർ തോമസ് ലീഹ കേരളത്തിൽ എത്തിയത് AD 52-ലാണ്. ആ കാലം മുതൽ ക്രിസ്തുമതത്തിന്റെ വ്യാപനം ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയ വിശ്വമതങ്ങൾക്ക് എല്ലാ സൌകര്യം ചെയ്തുകൊടുത്ത മഹത്തായ പാരമ്പര്യമാണ് കേരളത്തിന്റേത്. ഭാരതത്തിലെ ക്രിസ്തുമത പ്രചാരത്തിന്റെയും സഭാചരിത്രത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ പാലയൂർ പള്ളി ഇന്ത്യയിലെ ആദ്യ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ്. വിശുദ്ധ തോമസ് ലീഹ നിർമ്മിച്ച ഈ പള്ളി 2 സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഒരു ചരിത്രത്തിന്റെ പാവനമായ സ്മാരകം കൂടിയാണ്. അതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമുള്ള മറ്റൊരു പ്രസിദ്ധ ദേവാലയമാണ് പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ചർച്ച്. പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം വലിപ്പത്തിലും ശില്പവൈശിഷ്ട്യത്താലും ഇന്ത്യയിലെ മറ്റു പള്ളികൾക്കിടയിൽ അഗ്രിമസ്ഥാനമുള്ള ദേവാലയമാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ ഈ ദേവാലയങ്ങൾക്ക് നേരെ ഭീഷണിയുമായി വരുന്നവരെ തൃശൂരിൽ മാത്രമല്ല കേരളത്തിന്റെ 4 അതിർത്തി തന്നെ കടക്കാൻ അനുവദിക്കില്ലെന്നും പ്രതാപൻ വ്യക്തമാക്കി. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു കഴിയുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒരുമിച്ച് നടത്തുന്ന സ്നേഹത്തിന്റെ ഭൂമികയായ നമ്മുടെ നാട്ടിൽ അപരവിദ്വേഷത്തിന്റെ വെറുപ്പ് പരത്തി പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഓരോ ജനാധിപത്യ വിശ്വാസിയും ജാഗ്രത പുലർത്തണമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി.